മൻസൂർ, എന്താ നിന്റെ ഭാവം? എല്ലാം ഞാൻ അറിയുന്നുണ്ട്. എന്തറിയാൻ? തൊഴിലെടുക്കാത്ത താന്തോന്നികളുടെ കൂടെ ചേർന്ന് നീ നശിക്കും. വ്യാപാര കാര്യങ്ങൾ എന്തെങ്കിലും നീ അറിയുന്നുണ്ടോ? അതിനല്ലേ ശമ്പളക്കാർ. ആ കൊച്ചു മുതലാളി കളി വേണ്ടെന്ന് വെച്ചോ? വേറെ പണമില്ല. പണം എന്തിന്? ഒരു കയ്യൊപ്പ്, വെറും ഒരു കയ്യൊപ്പിട്ടാ മതിയല്ലോ. എത്ര സംഖ്യക്കും കളിക്കാം. ഇപ്പം നിർത്തിയാൽ നമുക്ക് നഷ്ടം വരും. കൊച്ചു മുതലാളി ഇഷ്ടം പോലെ കളിക്കട്ടെ, കണക്ക് വെച്ചോളൂ. കൊച്ചു മുതലാളി കണക്ക് പിന്നെ മറന്നാലോ. ഇവിടെ ചെറിയൊരു ഒപ്പ്, അത് മാത്രം മതി. ചെറിയൊരു കയ്യൊപ്പിട്ടാൽ പണക്കിഴികൾ മുമ്പിൽ വന്നു വീഴുന്നു. എന്തൊരു അത്ഭുതം! മൻസൂർ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ വീണ്ടും വാശിയോടെ കളിച്ചു. ഫലമോ നഷ്ടങ്ങൾ കൂടിക്കൂടി വന്നു എന്നത് മാത്രം. മൻസൂർ, ഞാൻ പോകുന്നു. എവിടേക്ക്? ജനിച്ചു വളർന്ന ഗ്രാമത്തിലേക്ക്. ഹുസൈൻ മാമ പോയാ പിന്നെ വ്യാപാരം ആര് നടത്തും? മൻസൂർ, നോക്കി നടത്താൻ ഇപ്പോൾ നമുക്ക് വ്യാപാരമില്ല. പാണ്ഡികശാലകൾ കടക്കാർ ജപ്തി ചെയ്ത് കഴിഞ്ഞു. എന്നാൽ നമുക്ക് തോട്ടങ്ങൾ വിൽക്കാം. ദൂരെയുള്ള തോട്ടങ്ങൾ കൊണ്ട് വലിയ പ്രയോജനമില്ലല്ലോ. അതെല്ലാം മുമ്പേ കടക്കാരുടെ കയ്യിലായില്ലേ? പണയച്ചീട്ടുകളിൽ ഒപ്പിടുന്നതിന് മുമ്പ് ഒന്ന് വായിച്ചു നോക്കുക കൂടി ചെയ്തില്ല അല്ലേ? എന്റെ മഹാനായ യജമാനന്റെ മകൻ തെരുവ് തെണ്ടിയായി നടക്കുന്നതും ഇനി കാണേണ്ടി വന്നേക്കും. അതിനു മുമ്പേ ഞാൻ പോകുന്നു. നിൽക്കൂ. 3 തലമുറയ്ക്ക് വേണ്ട മുതലുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്റെ പിതാവടക്കം നിങ്ങളെല്ലാവരും. എല്ലാം കനിഞ്ഞു തന്ന ദൈവത്തെ മറക്കാതെ ഒന്നും അധികമാവാതെ അനുഭവിച്ചാൽ എന്നും കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. ഈശ്വരൻ പൊറുക്കട്ടെ. അടുക്കളയിൽ ഭക്ഷണ സാധനങ്ങളില്ല. പീഡിയക്കാർ ഇനി കടം തരില്ല. 3 മാസമായി ജോലിക്കാർക്ക് ശമ്പളം കിട്ടിയിട്ട്. ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്? താജുൽ വരുന്നുണ്ട്. വരട്ടെ. താജുൽ, താജുൽ, ആകെ കുഴപ്പം. എനിക്ക് കുറച്ച് പണം വേണം. കടമായിട്ട് മതി. കടം ചോദിക്കുന്ന ഞങ്ങളോടോ? അത് നന്നായി. കുറച്ചെന്തെങ്കിലും. പണയം കൊടുക്കാതെ ആര് തരും? അതിന് ഇനി എന്തുണ്ട് ബാക്കി?
അല്ല സലീം, മൻസൂർ, താൻ ശല്യപ്പെടുത്താപ്പോ. കളി രസം പിടിച്ച് വരുമ്പോഴാ. ആ മുതലാളി വന്നല്ലോ. ഉം. കോടതി വിധി. വീടും വസ്തുവകളും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. കുറേയേറെ അറ്റകുറ്റപ്പണികൾ വേണ്ടി വരും. എങ്കിലും പേരുകെട്ട വീടാണല്ലോ. ഹാഷിം, 15 ദിവസത്തെ ഇടതരുന്നു. പുതിയൊരു സ്ഥലം കണ്ടുപിടിക്കാനാണ്. എന്റെ മനസ്സ് വളരെ വളരെ ലോലമാണ്. അതുകൊണ്ട് ഉദാരമായി ഒരു 15 ദിവസം. വില പിടിച്ചത് ഒന്നും മാറ്റരുതെന്നാണ് കോടതി വിധി. ഇതെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കണം. യജമാനെ, നീ ആരാണ്? ഇവിടുത്തെ ഒരു വേലക്കാരി. ശമ്പള ബാക്കി തരാൻ പണമില്ല. എല്ലാവർക്കും പോകാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെയാണെങ്കിൽ ഒരു നാണയത്തൊട്ട് കൂടിയില്ല. കഷ്ടകാലം വന്നത് ഞാൻ അറിയുന്നു. ആദ്യം എഴുന്നേറ്റ് ആഹാരം കഴിക്കൂ. നീ എന്തുകൊണ്ട് പോയില്ല? പോകാൻ എനിക്ക് വീടോ കുടുംബക്കാരോ ഇല്ല. പിന്നെ യജമാന്റെ സഹായത്തിന് ഒരാളെങ്കിലും ഈ വീട്ടിൽ വേണ്ടേ? ഇപ്പോ ഇതെന്റെ വീടല്ല, ഞാൻ യജമാനനുമല്ല. നിനക്കെന്നെ പേര് വിളിക്കാം. എനിക്ക് അടിമകളോ പരിചാരകരോ ഇല്ല. കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. യജമാനൻ വരൂ. കഴിഞ്ഞതാലോചിച്ച് ദുഃഖിച്ചിട്ട് കാര്യമില്ല. വീണ്ടും ചെറുതായി ഒരു വ്യാപാരം തുടങ്ങണം. ചെറിയ തോതിൽ ആരംഭിച്ച് ധനികനായതാണല്ലോ വലിയ യജമാനൻ. മുടക്കുമുതൽ വേണമല്ലോ വ്യാപാരത്തിന്, എത്ര ചെറുതായാലും. പഴയ പരിചയക്കാർ കൂടി കണ്ടാ വഴിമാറും. പണം ഉണ്ടാക്കാം. എവിടുന്ന്? വിൽക്കാനൊന്നുമില്ല. ഉണ്ട്. എന്നെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി ലേലം വിളിക്കണം. ഞാൻ വെറുതെ പറയുന്നതല്ല. സകല കലകളിലും ശാസ്ത്രങ്ങളിലും അറിവുള്ള അടിമപ്പെണ്ണിന്റെ വില 10,000 ദിനാർ. അതാണ് മുടക്കുമുതൽ. 10,000 ദിനാർ? എന്റെ വില അതിലേറെ വരും. പക്ഷേ ഇത് മതി. ചിലപ്പോ സുൽത്താന്റെ അന്തപുരത്തിലേക്ക് തന്നെ വാങ്ങിയെന്നും വരും. കാഴ്ചയ്ക്ക് നീ ഭംഗിയുള്ളവൾ തന്നെ. പക്ഷേ സകല കലകളും ശാസ്ത്രങ്ങളും അവർ പരീക്ഷിക്കട്ടെ. ഒരു ഭാഗ്യ പരീക്ഷണം ഒന്ന് കരുതിക്കോളൂ. ചൂതാട്ട തട്ടിലെ സൂചിക്ക് ബുദ്ധിയുണ്ടോ? എന്നിട്ടും പന്തയം വെച്ചില്ലേ? ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. നീ സ്വയം അടിമച്ചന്തയിൽ വിൽക്കാൻ തയ്യാറാവുന്നു എന്നെ രക്ഷിക്കാൻ. വഴിവക്കൽ നിന്ന് കിട്ടിയ അനാഥ ശിശുവായി എന്നെ രക്ഷിച്ചതും വളർത്തിയതും ഇവിടുത്തെ ഗൃഹനാഥനാണ്. എങ്കിലും ഏതോ ഒരു വീട്ടിൽ അടിമപ്പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ നീയും. എല്ലാം ഈശ്വര നിശ്ചയം പോലെ വരും. അന്ന് ആ അനാഥ ശിശുവിന്റെ വഴിക്ക് ഒട്ടകങ്ങളെ തിരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ശക്തി ഏതാണ്? എല്ലാം ആ ശക്തി നിശ്ചയിക്കുന്നു. വീണ്ടും ഒരു വ്യാപാരം തുടങ്ങിയാൽ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടില്ല എന്ന് ആര് കണ്ടു? നിന്റെ പേര് പറഞ്ഞില്ല. സുമറൂദ്. പക്ഷേ അടുക്കള പെണ്ണുങ്ങളൊക്കെ എന്നെ എന്തുകൊണ്ടോ ദയ എന്ന് വിളിച്ചു. ദയ ആർക്കും ഇപ്പൊ എന്നോട് തോന്നാത്തതും അത് തന്നെ. വയസ്സ്
വെറും ഒരു ദിനാറിന് പതിനായിരം കേട്ട് കേൾവിയില്ലാത്ത വിലയായി പോയല്ലോ. ലേലക്കാരനെ ആളുകൾ കയ്യേറ്റം ചെയ്യും. ഞാൻ പറഞ്ഞതുപോലെ വിളിച്ചു പറയൂ, എന്റെ വില എനിക്കറിയാം. ഈ ചന്തയുടെ ചരിത്രത്തിൽ ഇതാ ഒരു അത്ഭുത വിൽപ്പന. എല്ലാ കലകളിലും എല്ലാ ശാസ്ത്രങ്ങളിലും അതിവിദഗ്ധയായ ഒരു അപൂർവ സുന്ദരി. ഈ ചന്തയുടെ ചരിത്രത്തിലെ ഒരത്ഭുത വിൽപ്പന, ഒരത്ഭുത വിൽപ്പന. വിലമതിക്കാൻ ആരും ധൈര്യപ്പെടാത്ത ഈ അടിമ പെൺകൊടിക്ക് വില വെറും 10,000 ദിനാർ. വില വെറും 10,000 ദിനാർ. അതെ അതെ, ഇവൾക്ക് ഉടമസ്ഥൻ നിശ്ചയിച്ച വില 10,000 ദിനാർ. 10,000 ദിനാർ. 50 അല്ല, 100 അല്ല, 1000 അല്ല, വില വെറും 10,000 ദിനാർ. വില വെറും 10,000 ദിനാർ. ആർക്കും വരാം, ആർക്കും വരാം. സകല കലകളിലും സകല ശാസ്ത്രങ്ങളിലും അതിവിദഗ്ധ അപൂർവ സുന്ദരി. ഇവൾക്ക് വില 10,000 ദിനാർ. ഇവൾക്ക് വില 10,000 ദിനാർ. ഈ സുന്ദരിയുടെ വില വെറും 10,000 ദിനാർ. വെറും 10,000 ദിനാർ. സകല കലകളിലും സകല ശാസ്ത്രങ്ങളിലും അതിവിദഗ്ധയായ അപൂർവ സുന്ദരി. അത്ഭുത വിൽപ്പന. 10,000 വകയുണ്ടോ നോക്ക്. 10,000 ദിനാർ. ഒരു പെണ്ണിന്റെ വില 10,000 ദിനാർ. 10,000 കൊടുത്ത ഇതിനേക്കാൾ മുന്തിയ 10 ഞാൻ വാങ്ങിച്ചു തരും. ഈ തന്തയുടെ ചരിത്രത്തിലെ അത്ഭുത വിൽപ്പന. 10,000 ദിനാർ. 10,000 ദിനാർ. 10,000. ഈ തന്തയുടെ ചരിത്രത്തിലെ അത്ഭുത വിൽപ്പന. എല്ലാ കലകളിലും എല്ലാ ശാസ്ത്രങ്ങളിലും അതിവിദഗ്ധ അപൂർവ സുന്ദരി. 10,000 മുതല് ശരിക്കും ഒന്ന് കാണണമല്ലോ. 10,000 ലേലം ഉറപ്പിക്കണോ ആദ്യം? എന്നിട്ട് മതി മുതലിന്റെ കണക്കെടുപ്പ്.